ഒരു ഷൂട്ടിന്റെ സമയത്ത് ഏറ്റവും നെർവസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു? നെർവസ് ആയിട്ട് ഫൈറ്റിന്റെ സമയത്ത് തന്നെയാണ് കൂടുതലും ഫസ്റ്റ്. കാരണം ഞാനും ഡാറ്റും ഉണ്ട്, എൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന നമ്മൾ ഫ്രണ്ട്സ് തന്നെയാണ്. എല്ലാവരുടെയും ഫൈറ്റിന് മുമ്പ് ഞങ്ങളുടെ ഫൈറ്റ് ആയിരുന്നു ആദ്യത്തെ ഫൈറ്റ് ഷെഡ്യൂൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയായിരിക്കുന്നു ഞങ്ങൾക്കും ഒരു ഐഡിയ ഇല്ല. ലൈക്ക് ഇത് ഭയങ്കര ന്യൂ ആയിരുന്നു. കൊറിയോ ചെയ്ത് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു, അത് എത്ര ടേക്ക് വരെ പോവും, എങ്ങനെ പോവും, നമുക്ക് ഇഞ്ചുറി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ്, പക്ഷെ ആ ദിവസം ഫുള്ള് നമ്മളെ വെച്ചിട്ടായിരിക്കണം ചെയ്യണ്ടാവുക. അപ്പൊ അത്രയും ഫുൾ എനർജിയിൽ നിൽക്കണം, അങ്ങനത്തെ കുറച്ച് ടെൻഷൻസ് ഉണ്ടായി. പക്ഷെ അതിൽ റിങ്ങിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇതെല്ലാം മാറി, ഫുള്ളൊരു പുകയായിരുന്നു. ഞാനിങ്ങനെ ലൈക്ക് ചെറിയൊരു രീതിയിൽ പറയാം, ഞങ്ങൾ കറങ്ങണ ഒരു സീക്വൻസ് ഉണ്ട്, ഒരു സ്റ്റണ്ട് ഉണ്ട്. ഇവളിങ്ങനെ പരിപാടി. അത് ഒരു വട്ടം എന്താണ് ട്രെയിൻ ചെയ്തത്, അത് ഒറ്റൊരു കറക്കം ട്രെയിൻ ചെയ്തുള്ളൂ. റിങ്ങി കയറിപ്പോ ഒരു 4 കറക്കം കറങ്ങണം. ഞങ്ങൾ 2 വട്ടം പോയി, 3 വട്ടം അവിടെ വെച്ചിട്ട്. കാരണം നമ്മുടെ തല ഫുള്ള് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഒരു ബോഡിയിൽ ഫുള്ള് 4 തവണ കറങ്ങും. അത് റോപ്പൊന്നും ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായില്ല. നമുക്കിങ്ങനെ കുറച്ച് കഴിഞ്ഞ് അത് കുറേ ടേക്സ് പോയി. കാരണം ഇത് നമുക്ക് ഈ WWE ഫേക്കിംഗ് ആണെങ്കിലും നമ്മൾക്ക് ആ ഒരു സാധനം പെയിൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, കറക്റ്റ് വീഴുമ്പോഴൊക്കെ WWE പറ്റി പൊതുവെ പറയാറ് ഇതൊന്നും റിയൽ അല്ല, ഇതൊക്കെ ആക്ടിങ് ആണെന്ന്. പക്ഷെ ഈ ആക്ട് ചെയ്തവരോട് ചോദിക്കട്ടെ, അയ്യോ എങ്ങനെയുണ്ടായിരുന്നു ഈ ആക്ടിങ്? ആക്ടിങ്ങിൽ ഒരു പെയിൻ ഉണ്ടെന്നുള്ളൊരു നമ്മുടെ ഒരിക്കലും ജീവിതത്തിൽ വിചാരിക്കണം ഇങ്ങനത്തെ ഒരു ഫൈറ്റ്, ഇങ്ങനത്തെ WWE ബേസ് ചെയ്ത പടം ചെയ്യുന്നു. അത് വന്ന് അത് ചെയ്യാൻ തുടങ്ങി, പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എന്റെ പൊന്നു വെച്ചാൽ നല്ല പണിയായിട്ട് ഈ പരിപാടി ചെയ്യാന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞത്. നമ്മള് കൊണ്ടാല് അതിന്റെ ലൈക്ക് നമ്മള് തൊടാണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ലല്ല, ഞാനും ഡാറ്റും ആയിട്ടാണ് മെയിൻ ആയിട്ട് ഫൈറ്റ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ക്യാമറ ആംഗിളിൽ നമ്മൾ ടച്ച് ചെയ്തില്ലെങ്കിലും കിട്ടൂല. ഒരു സീനും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡാറ്റും വൈഷ്ണവിന്റെ ഫൈറ്റ് ഉണ്ടായിരുന്നു. രണ്ടും കൂടി ഇടിക്കണേന്ന് പറയാം, സോറിടാ മാപ്പം പറഞ്ഞിരിക്കണത്. കാരണം ഇവന്മാരെ ഫസ്റ്റ് ഫിലിമാണ്, ഇവന്മാർക്ക് പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു ഫയറിലാണ് നിക്കണത്. അപ്പം അവൻ പറഞ്ഞു ഞാൻ ഇടിച്ചാൽ നീ ഇടിക്കും, നീ ഇടിച്ചാൽ ഞാൻ ഇടിക്കും, ഇടിച്ചോ ഒന്നും നോക്കണ്ട, സ്ക്രീനിൽ കാണാനുള്ളതാണെന്നുള്ള രീതിയില് സോറിടാ. കാരണം നമ്മള് ഇത് ടച്ച് ചെയ്യാണ്ട് വിടുമ്പോ ഇവർക്ക് ഡയറക്ടർ ആയാലും റീടേക്ക് നമ്മുടെ കലൈ മാസ്റ്റർ ആയാലും പറയും റെഡി ആയില്ല, കാരണം വൺ മോർ. അപ്പൊ ഡാറ്റു ഞാനിങ്ങനെ ശരിയാവണില്ല. അപ്പൊ ഡാറ്റു പറയും നീ അടിച്ചോ, അപ്പൊ ഞാൻ പറയും അടിച്ചോ, അങ്ങോട്ട് കൊടുക്ക. അപ്പൊ ടച്ച് വരുമ്പോഴാണ് കറക്റ്റ് ഇവര് ഓക്കെ ടേക്ക് പറയാം. അപ്പൊ നമ്മള് അപ്പൊ ഇവർക്ക് കൊള്ളണോ അല്ലേ, കൊണ്ടാലല്ലേ ഹാപ്പിയുള്ളൂ.